ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, ജീവിതം മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് അങ്ങേ ആരാധിക്കുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പാടി ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ഹൃദയത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഈശോയെ സ്തുതി. കർത്താവേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാവരിലേക്കും നിന്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, കണ്ണുകൾ തുറന്ന് നമുക്ക് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നുള്ള വചനം നമ്മിൽ ഈ സമയത്ത് പൂർത്തിയാകട്ടെ. കണ്ണുകൾ തുറന്ന് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധമായ ആരാധനയിൽ ഞങ്ങളുടെ യുവജനങ്ങളെ കർത്താവെ അങ്ങയോട് ചേർത്ത് വയ്ക്കുകയാണ്. സുവിശേഷത്തിൽ ഞങ്ങൾ കാണുന്നു, അങ്ങ് മാതാപിതാക്കളോടൊപ്പം 12 വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ മാതാപിതാക്കളുടെ പിടിവിട്ട് മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ആ മാതാപിതാക്കൾ തങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് വേദനിച്ച് കരഞ്ഞ് 3 ദിവസം അന്വേഷിക്കുന്നതും അവസാനം ദേവാലയത്തിൽ അങ്ങേ കണ്ടെത്തുന്നതും
തമ്പുരാനെ, 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ, ടീനേജിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മക്കളെ ഈശോയെ പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. തമ്പുരാനെ, സ്വന്തം കയ്യിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞ് ഊർന്നു പോയപ്പോൾ, കൊച്ചു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയെ അങ്ങയുടെ മാതാവും ഔസേപ്പിതാവും ഇതുമാത്രം വേദനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടപ്പോഴാണ് അവരറിയുക തങ്ങളുടെ കുഞ്ഞ് തങ്ങളുടെ കൂടെ ഇല്ല. തിരിച്ച് അങ്ങേ അന്വേഷിച്ച് 3 ദിവസം അവർ പരക്കം പായുന്ന ഞങ്ങൾ വചനത്തിൽ കാണുകയാണ്. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷത്തിൽ തങ്ങളുടെ പിഞ്ചോമനകള്, തങ്ങളുടെ കൂടെ വളർന്നു വന്ന മക്കള് പതിയെ പതിയെ തങ്ങളിൽ നിന്ന് അകലുകയാണോ എന്ന് ഭയപ്പെടുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുക ഈശോയെ. ഈ ലോകത്തിൻ്റെതായ വശ്യതകളിൽ മുഴുകി മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെല്ലാം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കണം. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ കർത്താവേ ആ മക്കളെ കാത്തു പരിപാലിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവജനങ്ങളെ മുഴുവനും ഈ ആരാധനയിൽ ഈശോട് ചേർത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് ഭയപ്പെടുന്ന മാതാപിതാക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിച്ച് പാടി സ്തുതിക്കാം. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ദൈവകൃപയിൽ, ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാനായിട്ട്, മാതാപിതാക്കളോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് വളർന്നു വരുവാനായിട്ടുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ആയിരിക്കുന്നിടത്ത് സാധിക്കുമെങ്കിൽ നമുക്ക് മുട്ടുമേലായിരിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ 2 കരങ്ങൾ നമ്മുടെ നെഞ്ചോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒത്തിരിയേറെ മാതാപിതാക്കൾ വേദനയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണിത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിടിവിട്ട് അകലുന്നുവെന്ന് ഭയപ്പെടുന്ന മാതാപിതാക്കൾ, തങ്ങളുടെ മാതാപിതാക്കൾക്ക് തങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വേദനിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങള്, കർത്താവേ കരുണ ചൊരിയണമേ. ഈ ആരാധനയുടെ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ടീനേജിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ടീനേജ് പ്രായത്തിലുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്പർശനം ആ മാതാപിതാക്കൾക്കും ആ മക്കൾക്കും ഈ സമയത്തുണ്ടാകട്ടെ. എല്ലാവരെയും നമുക്ക് യേശുവിനോട് ചേർത്ത് വെച്ച് പാടി ആരാധിക്കാം. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അവരുടെ കുഞ്ഞിപ്രായത്തില് നിങ്ങളുടെ മാതാപിതാക്കളാണ് എല്ലാം, മാതാപിതാക്കളാണ് ദൈവം എന്നുവരെ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. പിന്നീട് സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ടീച്ചേഴ്സാണ് അവർക്ക് പ്രധാനപ്പെട്ടവർ. ടീച്ചേഴ്സിനെ മാതൃകയാക്കുവാനൊക്കെ അവർ പരിശ്രമിക്കുന്നു. ടീച്ചേഴ്സിനെ പോലെ അഭിനയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ തമ്പുരാനെ, 10-12 വയസ്സൊക്കെ കഴിഞ്ഞ് ടീനേജിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ
കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് മാതാപിതാക്കളോ അധ്യാപകരോ ഒന്നുമല്ല, തങ്ങളുടെ കൂട്ടുകാരാണ് തങ്ങൾക്ക് ശക്തി പകരുന്നതെന്ന് ചിന്തിക്കുന്ന നാളുകൾ, അന്ധമായിട്ട് കൂട്ടുകാരെ അനുകരിക്കാനുള്ള പ്രേരണയിൽ കടന്നു പോകുന്ന മക്കള്, പിയർ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ അവർ കാട്ടിക്കൂട്ടുന്നതെല്ലാമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ മക്കള്, കർത്താവേ, ടീനേജിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുക ഈശോയെ. അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ആരും അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തകൾ, മാതാപിതാക്കൾ അവരെ അടക്കി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ചിന്തകൾ, സമൂഹം മുഴുവനും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തകൾ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ചില ധാരണകൾ, അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി തെളിയിക്കുവാനായിട്ട്, അവർക്ക് പ്രായമായെന്ന് തെളിയിക്കുവാനൊക്കെ ആയിട്ടുള്ള വെമ്പലുകൾ, കർത്താവേ, ടീനേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. അവരുടെ ആന്തരികമായിട്ടുള്ള മുറിവുകളെ ചേർത്ത് വയ്ക്കുന്ന ഈശോയെ, സൗഖ്യം നൽകി സമാധാനം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. കർത്താവേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വായിക്കുന്നു, അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളെ വഴിതെറ്റിക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, തിന്മയുടെ ഒരു ലോകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വലയിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുക. ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഈശോയെ, പ്രത്യേകിച്ച് വഴിവിട്ട കൂട്ടുകെട്ടിലേക്ക് അവരെ നിർബന്ധിക്കുന്ന ചില സാഹചര്യങ്ങൾ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ ഈശോ ചേർത്ത് വയ്ക്കുകയാണ്. അവരെ തെറ്റിലേക്ക് നയിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന തിന്മയുടെ ശക്തികളെ കർത്താവേ അങ്ങ് കാണണമേ. ആ തിന്മയുടെ കെണിയിൽ നിന്ന് ആ മക്കളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. യേശുവിൻ്റെ കരത്തിൻ്റെ കീഴിൽ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് സൗഖ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്പർശനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. കർത്താവായ ഈശോയെ, പത്രങ്ങളിൽ ഓരോ ദിവസത്തെ ന്യൂസുകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈശോയെ. മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെടുന്ന കുട്ടികൾ, യുവാക്കള്, സ്കൂളിൻ്റെ പരിസരത്തെല്ലാം മയക്കുമരുന്ന് വിൽക്കുന്ന അവസ്ഥകൾ, കർത്താവ്, ഇതെല്ലാം വായിക്കുമ്പോൾ ഞങ്ങളുടെ ചങ്ക് പിടയുന്നുണ്ട് ഈശോയെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതേ കെണിയിലേക്കാണോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. പലപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ചില പ്രതികരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യഭാവങ്ങൾ, പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥകൾ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയാണ് ഈശോയെ. തമ്പുരാനെ അനുഗ്രഹിക്കണമേ. സാത്താൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമായ ആരാധനയിൽ ഞങ്ങളുടെ യുവജനങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ. പ്രത്യേകിച്ചും ആന്തരികമായ ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നവർ, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവർ കെണിയിൽ ചെന്ന് വീഴുന്നത് ഞങ്ങൾ കാണുന്നു. ഈശോയെ, സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യം നൽകി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ,
തോന്നണമേ. കർത്താവായ ഈശോയെ, മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ തകരുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ. മണിക്കൂറുകളോളം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിലാണ്. അതൊന്ന് നിർത്താൻ പറഞ്ഞാൽ, അതിൻ്റെ ഉപയോഗമൊന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ. കർത്താവേ, ഈ സോഷ്യൽ മീഡിയയുടെ അടിമകളായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക ഈശോയെ. അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രത്യേകിച്ച് ഈ കുഞ്ഞിപ്രായത്തിൽ തന്നെ തിന്മയിലേക്ക് വീണുപോകുന്ന മക്കൾ, അശുദ്ധിയിലേക്ക് വീണുപോകുന്ന മക്കൾ, തങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിയാൻ പറ്റാത്തവർ, കർത്താവെ അങ്ങയുടെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാ തിന്മയിൽ നിന്ന് മോചനം നൽകണമേ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിലുണ്ട നൊമ്പരങ്ങൾ, അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹങ്ങൾ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള വെമ്പലുകൾ എല്ലാം നിങ്ങൾ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ. സൗഖ്യം നൽകണമേ. ഒരു ആന്തരിക മുറിവുകൾ അങ്ങേക്ക് തിരിച്ചറിയാമല്ലോ, അങ്ങെല്ലാം കാണുന്നുണ്ടല്ലോ ഈശോയെ. അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അങ്ങേക്ക് തിരിച്ചറിയാമല്ലോ. കർത്താവെ, കരം നീട്ടി സ്പർശിക്കണമേ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഓരോ കുഞ്ഞിൻ്റെ മേലും നിന്റെ തിരുരക്തമൊഴുക്കി അവർക്ക് സൗഖ്യം നൽകണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നവനേ, കരുണാസാഗരമേ, ഈശോനാഥ കനിയേണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നവനേ, കരുണാസാഗരമേ, ഈശോനാഥ കനിയേണമേ. കർത്താവെ, കുഞ്ഞുനാളിൽ തന്നെ ദുരുപയോഗപ്പെട്ടുപോയ മക്കള്, വിവിധ സാഹചര്യങ്ങളാൽ തകർക്കപ്പെട്ടവര്, ചില ആസക്തികൾക്ക് കൊച്ചുനാളിൽ തന്നെ അടിമപ്പെട്ടു പോയ മക്കള്, തമ്പുരാനെ, കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിട്ടും ആ കെണിയിൽ നിന്ന് വിമുക്തനാകാൻ പറ്റാതെ വീണ്ടും വീണ്ടും ആ കെണിയിലേക്ക് പോകുന്നവർ, ആത്മഹത്യാ പ്രവണത വരെയുള്ള കൊച്ചുങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ. അവർ കടന്നു പോകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, പ്രതീക്ഷ അറ്റുപോയ അവസ്ഥകൾ, മരിക്കണമെന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന മക്കൾ തമ്പുരാനെ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, അങ്ങാകുന്ന അരുവിയിലേക്ക് വരുവാനും അങ്ങാകുന്ന നീരുറവയിൽ നിന്ന് ആസ്വദിക്കുവാൻ ആ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ മായകളിൽ കുടുങ്ങാതെ അങ്ങയിലേക്ക് അവരെ അടുപ്പിക്കണമേ. അങ്ങയുടെ സൗഖ്യം കൊണ്ട് ആ മക്കളെ രക്ഷിക്കണമേ. തമ്പുരാനെ, സാത്താൻ്റെ ഗണിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്താവെ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നവനേ, കരുണാസാഗരമേ, ഈശോനാഥ കനിയേണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നവനേ, കരുണാസാഗരമേ, ഈശോനാഥ കനിയേണമേ. കർത്താവായ ഈശോയെ, ആരാധനയുടെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മാത്രമല്ല കുറ്റക്കാർ ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ. പലപ്പോഴും ഞങ്ങൾ അവർക്ക് ദുർമാതൃകയാണ്. വിവാഹബന്ധം വേർപെടുത്തിയ മാതാപിതാക്കൾ, സ്വാർത്ഥതയിൽ കഴിയുന്ന മുതിർന്ന തലമുറ, കൊടുക്കേണ്ട പരിഗണന കുഞ്ഞുങ്ങൾ കൊടുക്കാതെ പോയ അവസ്ഥകൾ, കർത്താവേ, ഞങ്ങളും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ശിരസ് നമിക്കുമ്പോൾ കർത്താവ്, ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കളെയും മാതാപിതാക്കളെയും മുതിർന്ന തലമുറയും എല്ലാം ആശീർവദിക്കണമേ.
എല്ലാവരിലേക്കും അങ്ങയുടെ കൃപ ചൊരിയണമേ. സാത്താൻ്റെ കെണിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെല്ലാവരെയും അങ്ങ് മോചിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ